നമസ്കാരം. വിദ്യാസാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ +1 കോമേഴ്സിൻ്റെ തേർഡ് ചാപ്റ്റർ പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഗ്ലോബൽ ഓർഗനൈസേഷൻസ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ഒരു തരത്തിലുള്ള ഒരു ഓർഗനൈസേഷനാണ് ജോയിൻ്റ് വെഞ്ചേഴ്സ് എന്ന് പറയും. ജോയിൻ്റ് വെഞ്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ജോയിൻ്റ് വെഞ്ചേഴ്സ് എന്താണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ജോയിൻ്റ് വെഞ്ചേഴ്സ് എന്താണ്. ജോയിൻ്റ് വെഞ്ചേഴ്സ്, ഓക്കെ, സംയുക്ത സംരംഭങ്ങൾ എന്നാണ് ഇതിൻ്റെ പ്യുവർ മലയാളം മീനിങ്. ജോയിൻ്റ് വെഞ്ചേഴ്സിൻ്റെ മലയാളം, ഓക്കെ, സംയുക്ത സംരംഭങ്ങൾ. അതായത് രണ്ട് സ്ഥാപനങ്ങൾ, ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾ, അവ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും അവരുടെ ബിസിനസ്സിൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് ആ രണ്ട് സ്ഥാപനങ്ങളും കൂടെ ഒന്നാവുകയാണ്. ആ രണ്ട് സ്ഥാപനങ്ങളും ചേർന്ന് പുതിയൊരു സ്ഥാപനങ്ങളായി മാറുകയാണ്. അതിനെയാണ് ജോയിൻ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് സ്ഥാപനങ്ങൾ ചേർന്ന് പുതിയൊരു സ്ഥാപനമായിട്ട് മാറുന്നു. അതിനെയാണ് ജോയിൻ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ തന്നെ ആവണമെന്നൊന്നുമില്ല. ഓക്കെ, ചിലപ്പോൾ വ്യത്യസ്ത സാധാരണഗതിയിൽ ഒരേ മേഖലയിൽ ഒരേ ലക്ഷ്യമുള്ള രണ്ട് സ്ഥാപനങ്ങളായിരിക്കും സാധാരണഗതിയിൽ ജോയിൻ്റ് ആവുന്നത്. അങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയാണ് സംഭവിക്കാറ്. ഓക്കെ, ഒരേപോലെയുള്ള രണ്ട് സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും നഷ്ടസാധ്യതകളൊക്കെ അവർക്ക് പരസ്പരം ഉണ്ടാകുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഒരു ധാരണ, നമുക്ക് രണ്ടുപേർക്കും ഇനി ഒരുമിച്ച് മുന്നേറാം. അതാണ് ജോയിൻ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. വെൻ 2 or more firms join together for a common purpose and mutual benefit, it is known as joint ventures. ഓക്കെ, രണ്ടോ അതിലധികമോ സ്ഥാപനങ്ങൾ, ഓക്കെ, ഒരു കോമൺ പർപ്പസോടുകൂടി, അതുപോലെ തന്നെ മ്യൂച്വൽ ബെനിഫിറ്റ് അവരുടെ നേട്ടങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നു, പങ്കുവയ്ക്കപ്പെടുകയും, അതുപോലെ തന്നെ രണ്ടുപേർക്കും ഒരു കോമൺ ആയിട്ടൊരു പർപ്പസ്. അതുവരെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പർപ്പസ് മറ്റേ സ്ഥാപനത്തിൻ്റെ പർപ്പസ് ആയിരുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി മുതൽ എന്താണ്, അവർക്ക് രണ്ടുപേർക്കും ഒരേ ലക്ഷ്യത്തോടു കൂടി ബെനിഫിറ്റ്സുകൾ പരസ്പരം, അല്ലേ, മ്യൂച്വൽ ബെനിഫിറ്റാണ്, പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ഉള്ള ഒരു പുതിയൊരു സ്ഥാപനമായിട്ട് മാറുന്നു. അത് രണ്ടുപേർക്കും ചേർന്ന്. അതിനെയാണ് നമ്മൾ ജോയിൻ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് കമ്പനികൾക്കും ഒരുപോലെ അധികാരങ്ങളുണ്ട്. രണ്ട് കമ്പനികൾക്കും ഒരുപോലെ എന്തുണ്ട്, റിസ്ക്കും ഉണ്ട്. അതാണെന്ന് പറയുന്നത് ജോയിൻ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മാരുതി സുസൂക്കി എന്ന് പറയുന്ന കമ്പനി, മാരുതി എന്ന് പറയുന്ന ഒരു കമ്പനിയും സുസൂക്കി എന്ന് പറയുന്ന വേറൊരു കമ്പനിയുമായിരുന്നു. അവർ ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്തു, അവർ രണ്ടുപേരുടെ ചേർന്ന് മാരുതി സുസൂക്കി എന്ന് പറഞ്ഞൊരു ഒറ്റ കമ്പനിയായിട്ട് മാറി. അതൊരു ജോയിൻ്റ് വെഞ്ചറാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് വൊഡാഫോൺ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഐഡിയ എന്ന് പറയുന്ന വേറൊരു കമ്പനി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെ ചേർന്ന് ഇപ്പോൾ എന്തായി, വൊഡാഫോണും ഐഡിയയും കൂടെ ചേർന്ന് വി എന്ന് പറയുന്ന കമ്പനിയായി. ഇപ്പോൾ ഈ ജിയോയുടെയൊക്കെ വരവോടുകൂടി എന്ത് ചെയ്യുന്നു, ഒരുപാട് നഷ്ടങ്ങൾ ഈ പറയുന്ന മൊബൈൽ നെറ്റ്വർക്ക് രംഗത്തുണ്ടായി. അപ്പോൾ അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരുടെ ചേർന്ന് എന്തായത്, ഒന്നായി മാറിയത്. വൊഡാഫോണും ഐഡിയയും കൂടെ ചേർന്ന് വി എന്ന് പറയുന്നൊരു പുതിയ കമ്പനിയായിട്ട് മാറി. അതെന്താണ്, ജോയിൻ്റ് വെഞ്ചറാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ജോയിൻ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ കമ്പനികൾ ചേർന്ന് ഒറ്റ കമ്പനിയായിട്ട് മാറുന്നു. പണ്ട് ഡോകോമോ എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഡോകോമോ എന്ന് പറയുന്ന മൊബൈൽ നെറ്റ്വർക്ക് കമ്പനി ഉണ്ടായിരുന്നു. അത് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പ്രവർത്തനം അങ്ങ് നഷ്ടത്തിലായപ്പോൾ എന്ത് ചെയ്തെന്ന് അറിയാമോ, വൊഡാഫോൺ എന്ന് പറയുന്ന കമ്പനി ഈ ഡോകോമോ എന്ത് ചെയ്തു, അങ്ങ് ഏറ്റെടുത്തു. അപ്പോൾ വൊഡാഫോൺ അതിനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഡോകോമോ എന്ന് പറയുന്ന കമ്പനി ഇല്ല, വൊഡാഫോൺ എന്ന് പറയുന്ന കമ്പനി മാത്രമേ ഉള്ളൂ. ഓക്കെ, മറ്റേ കമ്പനി നഷ്ടത്തിലായപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അതിനെ ഒന്ന് പൂർണ്ണമായിട്ടും അടച്ചു പൂട്ടാതെ എന്ത് ചെയ്യുന്നു, അവർ അതിലുള്ള ഷെയർസും കാര്യങ്ങളെല്ലാം വൊഡാഫോൺ എന്ന് പറഞ്ഞ കമ്പനിക്ക് വിറ്റു. അത് ഈ വൊഡാഫോൺ ആ കമ്പനിയെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, പിന്നീട് ഡോകോമോയുടെ റീചാർജ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വൊഡാഫോണിൻ്റെ റീചാർജ് മാത്രമേ ചെയ്യാൻ പറ്റില്ല. കാര്യം പിന്നെ അവിടെ വൊഡാഫോൺ എന്ന് പറഞ്ഞ കമ്പനി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ വി എന്ന് പറയുന്ന കമ്പനി ഉണ്ടായപ്പോഴത്തേക്ക് വൊഡാഫോണിനും ഐഡിയയ്ക്കും ഒരുപോലെ അവിടെ അധികാരങ്ങളുണ്ട്. മറ്റതിലെന്താണ്, ഡോകോമോയുടെ അധികാരങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയാണ്. അവരെ എന്ത് ചെയ്യാണ്, നഷ്ടത്തിലായി അടച്ചു പൂട്ടാൻ പോയ ആ സ്ഥാപനത്തെ വൊഡാഫോൺ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏറ്റെടുക്കുകയും പരസ്പരം ഒരുമിച്ച് കൊണ്ടുപോകുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ എന്താണ്, രണ്ട് കമ്പനികൾ, ആ രണ്ട് കമ്പനികളും ഒരേപോലെ എന്താണ് ആവുകയാണ്. ഇവിടെ റിസ്ക്കും അധികാരങ്ങളും റൈറ്റും റെസ്പോൺസിബിലിറ്റീസും എല്ലാം ആ രണ്ട് കമ്പനികൾക്കും ഒരുപോലെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ജോയിൻ്റ് വെഞ്ചേഴ്സിൻ്റെ പ്രത്യേകത. മാരുതി എന്ന് പറയുന്നൊരു കമ്പനി, സുസൂക്കി എന്ന് പറയുന്ന കമ്പനി. പിന്നെ ഈ രണ്ട് കമ്പനികളും എന്തില്ല, ഇൻഡിവിജ്വലായിട്ടില്ല. മാരുതി സുസൂക്കി എന്ന് പറഞ്ഞ ഒറ്റ കമ്പനിയാണ്. പക്ഷേ ആ രണ്ട് കമ്പനികൾക്ക് നിലനിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഒറ്റ കമ്പനിയായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജോയിൻ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലാവും, പറഞ്ഞ കാര്യം മനസ്സിലാവും. വെൻ 2 or more firms join together for a common purpose and a mutual benefit, രണ്ടുപേർക്കും പൊതുവായിട്ടുള്ളൊരു ലക്ഷ്യത്തിന് വേണ്ടി മ്യൂച്വൽ ബെനിഫിറ്റ്സ് പരസ്പരം, നേട്ടങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് തുടങ്ങുന്ന ഫേംസിനെയാണ് ജോയിൻ്റ് ഫേംസ് എന്ന് പറയുന്നത്. ദ 2 firms മേ ബി പ്രൈവറ്റ്, ഗവൺമെൻറ് ഓൺഡ് ഓർ ഫോറിൻ കമ്പനി. ഇത് രണ്ടും ഒരു പബ്ലിക് കമ്പനിയാണ്, ഒരു ഗവൺമെൻറ് കമ്പനി വേണമെങ്കിലും ആവാം,
ഒരു പ്രൈവറ്റ് കമ്പനി വേണമെങ്കിലും ആവാം, ഗ്ലോബൽ കമ്പനി വേണമെങ്കിലും എന്ത് ചെയ്യാം, ആവാനായിട്ട്, ഫോറിൻ കമ്പനി വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻറ്റ് വെഞ്ചറായിട്ട് മാറാനായിട്ട് പറ്റും. ഓക്കെ, മാരുതി സുസുക്കി, അതുപോലെ തന്നെ ഹീറോ എന്ന് പറയുന്നൊരു കമ്പനിയും ഹോണ്ട എന്ന് പറയുന്ന വേറൊരു കമ്പനിയും ആയിരുന്നു. അത് രണ്ടുകൂടെ ചേർന്ന് ഹീറോ ഹോണ്ടയായിട്ട് മാറി. അത് ജോയിൻറ്റ് വെഞ്ചറാണ്. ഇപ്പോൾ വീണ്ടും അത് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഹീറോ എന്ന് പറഞ്ഞാൽ ഹോണ്ട എന്ന് പറഞ്ഞാൽ 2 കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. 2 അതിലധികമോ കമ്പനികൾ ഒരു കോമൺ പർപ്പസോടുകൂടി മ്യൂച്വൽ ബെനിഫിറ്റോടുകൂടി പരസ്പരം ജോയിൻ്റായിട്ട് ഒരു പുതിയ കമ്പനിയായി മാറുന്നു. അതിനെയാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. മാരുതി സുസുക്കി അതുപോലെ തന്നെ തുടങ്ങിയ കമ്പനികളെല്ലാം ജോയിൻറ്റ് വെഞ്ചേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈ ജോയിൻറ്റ് വെഞ്ചേഴ്സിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഈ ജോയിൻറ്റ് വെഞ്ചർ ആവുന്നത്, 2 കമ്പനികൾ ഒരുമിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് അവർക്കുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിൻ്റാണ് ഇൻക്രീസ്ഡ് റിസോഴ്സ് ആൻഡ് കപ്പാസിറ്റി. ഓക്കെ, അവരുടെ റിസോഴ്സും കപ്പാസിറ്റി എന്ത് ചെയ്യും, വർദ്ധിക്കും. ജോയിനിങ് ഹാൻഡ്സ് വിത്ത് അനദർ ആഡ്സ് ടു എക്സിസ്റ്റിംഗ് റിസോഴ്സ് ആൻഡ് കപ്പാസിറ്റി, enabling the joint ventures company to grow and expand more quickly and effectively. ഇതാണ് ജോയിനിങ് ഹാൻഡ്സ് വിത്ത് അതർ. മറ്റൊരു കമ്പനിയുമായിട്ട് എന്ത് ചെയ്യുന്നു, ജോയിൻ്റ് ആവുന്നതിലൂടെ ആഡ്സ് ടു എക്സിസ്റ്റിംഗ് റിസോഴ്സ് ആൻഡ് കപ്പാസിറ്റി, റിസോഴ്സ് ആൻഡ് കപ്പാസിറ്റി എന്ത് ചെയ്യും. അപ്പം നിലവിലുള്ള ഈ 2 കമ്പനികളുടെയും എന്ത് വർദ്ധിക്കും, റിസോഴ്സും വർദ്ധിക്കും, കപ്പാസിറ്റിയും വർദ്ധിക്കും അല്ലേ. അവരുടെ എന്ത് ചെയ്യും, അവരുടെ കയ്യിലുള്ള വിഭവങ്ങൾ വർദ്ധിക്കും. കാര്യം ഈ കമ്പനി ഒറ്റയ്ക്ക് ഈ കമ്പനിയുടെ കയ്യിൽ കുറേ വിഭവങ്ങളുണ്ട്. വേറൊരു കമ്പനിയുടെ ചേരുമ്പോഴത്തേ ആ കമ്പനിയുടെ വിഭവങ്ങളും കൂടെ ഇങ്ങോട്ട് ഒന്ന് ചേരുകയല്ലേ, ആ കമ്പനിയുടെ കസ്റ്റമേഴ്സ് കൂടെ നമുക്കൊന്ന് ചേരുകയല്ലേ, ആ കമ്പനിയിലെ എംപ്ലോയീസും ആ കമ്പനിയിലെ ഉള്ള ഐഡിയാസും എല്ലാം 2 കമ്പനികളുടെ ഐഡിയകൾ പരസ്പരം എന്ത് ചെയ്യണം, മിങ്കിൾ ആവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, റിസോഴ്സും വർദ്ധിക്കും, ആ ഒരു പുതിയ കമ്പനിയുടെ കപ്പാസിറ്റി എന്ത് ചെയ്യും, വർദ്ധിക്കും. ഓക്കെ, ഇറ്റ് എനേബിളിംഗ് ദ ജോയിൻറ്റ് വെഞ്ചേഴ്സ് കമ്പനി ടു ഗ്രോ ആൻഡ് എക്സ്പാൻഡ് മോർ ക്വിക്ക്ലി ആൻഡ് എഫക്റ്റീവ്ലി. കൂടുതൽ വികാസം പ്രാപിക്കുന്നതിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് പിടിച്ചടക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ജോയിൻറ്റ് വെഞ്ചേഴ്സിന് പെട്ടെന്ന് സാധിക്കും. കാര്യം 2 കമ്പനികളുടെ തലയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 കമ്പനികളുടെ റിസോഴ്സാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയുടെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനി വേറൊരു കമ്പനിയുമായിട്ട് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ എന്ത് ചെയ്യും, റിസോഴ്സും വർദ്ധിക്കും, കപ്പാസിറ്റിയും വർദ്ധിക്കും. ഇത് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് വളരുന്നതിന് എന്ത് ചെയ്യും, കാരണമായിട്ട് മാറും. കമ്പനി പെട്ടെന്ന് വളരാനായിട്ട് കാരണമായിട്ട് മാറും എന്നുള്ളതാണ് ഫസ്റ്റ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റാണ് ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സ്ഥാപനങ്ങൾക്കും ഉള്ള എന്ത് ചെയ്യും, മാർക്കറ്റ് വിപണന മേഖലകൾ അല്ലേ എന്ത് ചെയ്യും, വർദ്ധിക്കും. അപ്പോൾ ഒരു കമ്പനിക്ക് അത് കുറേ വിപണന മേഖലകൾ കാണും, കുറേ കസ്റ്റമേഴ്സ് കാണും. മറ്റേ കമ്പനിക്കും അതിൻ്റേതായിട്ടുള്ള വിപണന മേഖലകളും അതായത് മാർക്കറ്റുകളും കമ്പോളങ്ങളും വിപണികളും അതുപോലെ തന്നെ കസ്റ്റമേഴ്സും ഉണ്ടാകും. ഇത് രണ്ടുകൂടെ ചേരുമ്പോഴത്തേക്ക് ഈ 2 കമ്പനികൾക്ക് അത് ബെനിഫിറ്റ് അല്ലേ. അപ്പോൾ എൻ്റെ കമ്പനിയും വേറൊരു കമ്പനിയോടാണ് ചേരുന്നത്. അപ്പോൾ എൻ്റെ കമ്പനിക്ക് എന്ത് ചെയ്യണം, ആ കമ്പനിയുടെ മാർക്കറ്റ് കൂടെ എനിക്ക് കിട്ടും, എൻ്റെ കമ്പനിയുടെ മാർക്കറ്റ് കൂടെ അവർക്കും കിട്ടും. ഇത് പരസ്പരം ഉള്ള ഒരു ധാരണയാണ്. അപ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റും അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന വിപണന മേഖലകൾ, അത് തന്നെയാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അല്ലേ. ഇത് രണ്ടും എന്ത് ചെയ്യും, 2 കമ്പനികൾക്കും വർദ്ധിക്കും അല്ലേ. When a business enters into a joint venture with a partner from another country, it opens up a vast growing market and they can also take advantages of the established distribution channels. ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്യും. പ്രത്യേകിച്ച് when a business enters into a joint ventures with a partner from another country, മറ്റൊരു രാജ്യത്തുള്ളൊരു കമ്പനിയുമായിട്ടാണ് ഈ പറയുന്ന ജോയിൻറ്റ് വെഞ്ചറിൽ ഏർപ്പെടുന്നതെങ്കിൽ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യും, ഫോറിൻ രാജ്യത്തും ഇത് കിട്ടില്ലേ, ഈ കമ്പനിയുടെ പ്രോഡക്ട്സ് കൂടി ഫോറിൻ കൺട്രിയിൽ എന്ത് ചെയ്യും, മാർക്കറ്റ് കിട്ടത്തില്ലേ, കിട്ടും. ഇറ്റ് ഓപ്പൺസ് അപ്പ് എ വാസ്റ്റ് ഗ്രോയിങ് മാർക്കറ്റ്. വാസ്റ്റ് ഗ്രോയിങ് എന്ന് വെച്ചാൽ പെട്ടെന്ന് വികസിക്കുന്ന ഒരു മാർക്കറ്റ് കിട്ടും. ആൻഡ് ദേ ക്യാൻ ഓൾസോ ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്. വിവിധ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് അല്ലേ പുതിയ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, പുതിയ വിതരണ മേഖലകൾ തുടങ്ങാനും സഹായിക്കും. ഓക്കെ, അപ്പോൾ അതായത് ഈ പറയുന്ന ജോയിൻറ്റ് വെഞ്ചർ സ്ഥാപനം തുടങ്ങുന്നത് മറ്റൊരു രാജ്യത്തുള്ള ഒരു കമ്പനിയുമായിട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വീണ്ടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കില്ലേ. മറ്റൊരു രാജ്യത്ത് കൂടി എന്ത് വഴിയാണ് മാർക്കറ്റ് കിട്ടുകയാണ്. അത് നല്ലതല്ലേ, നല്ലതാണ്. അതാണ് നമ്മുടെ സെക്കൻഡ് ബെനിഫിറ്റിൽ പറയുന്നത് ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. പുതിയ കമ്പോളവും വിപണന മേഖലകളും സാധ്യമാകുന്നു. 2 കമ്പനികൾക്കും സാധ്യമാകുന്നുണ്ട് അല്ലേ. ഓക്കെ, ഫോറിൻ കമ്പനിയുമായിട്ടാണ് ജോയിൻറ്റ് വെഞ്ചറെങ്കിൽ എനിക്കെന്ത് ചെയ്യും, എൻ്റെ കമ്പനിക്ക് ഫോറിൻ രാജ്യത്ത് മാർക്കറ്റ് കിട്ടും, അവരുടെ കമ്പനിക്ക് നമ്മുടെ ഇന്ത്യയിലും എന്ത് ചെയ്യും, മാർക്കറ്റ് കിട്ടും. ഓക്കെ, അവരുടെ ഫോറിൻ ആണല്ലോ നമ്മുടെ രാജ്യം. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് ബെനിഫിറ്റ്, ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ഓക്കെ,
ദെൻ തേർഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ ആണ് അല്ലേ. ഫോറിൻ പാർട്ണർ ക്യാൻ കം അപ്പ് വിത്ത് ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ബിക്കോസ് ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, ഫോറിൻ എന്താണ് ഒരു രണ്ട് കൺട്രികളുമായിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിലും ഇത് സംഭവിക്കും, ഇന്നോവേറ്റീവ് സംഭവിക്കും. കാര്യം രണ്ട് കമ്പനികളാണ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കമ്പനികൾക്കും, ഇപ്പോൾ എൻ്റെ കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ പുതിയ ഐഡിയാസ് കിട്ടുകയാണ്, മറ്റേ കമ്പനികളിൽ നിന്ന് പുതിയ ഐഡിയാസ് അല്ലേ, ന്യൂ ഐഡിയാസ് ന്യൂ ടെക്നോളജീസും രണ്ട് കമ്പനികൾക്കും കിട്ടുകയാണ്. പ്രത്യേകിച്ച് ഫോറിൻ, അതിൽ ഒരു കമ്പനി ഫോറിൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അപ്പോൾ രണ്ടും പരസ്പരം ഫോറിനാണ്, അവരുടെ ഫോറിനാണ് നമ്മുടെ നാടൻ. ഓക്കെ, അപ്പോൾ രണ്ട് കമ്പനികൾക്ക് എന്താണ് പുതിയ ടെക്നോളജീസും പുതിയ ഐഡിയാസും കിട്ടുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ രംഗത്ത് ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കും അല്ലേ. പുതിയ ഐഡിയാസും പുതിയ ടെക്നോളജീസും രണ്ട് കമ്പനികൾക്കും കിട്ടുകയാണ്, രണ്ടും അതിൽ കൂടുതലായാലും അത്രയും കമ്പനികൾക്കും കിട്ടുകയാണ്. സോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും, പുതിയ കമ്പനിയിൽ നടക്കും. Then low cost of production. There is low cost of production because of low cost of low material and low labor. Technically qualified workforce, management professionals etc. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ചെലവ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. കാര്യം രണ്ട് കമ്പനികൾ ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും, ലോ മെറ്റീരിയൽ ആൻഡ് ലേബർ. ഓക്കെ, ചെറിയ ചിലവിന് ലോ കോസ്റ്റ് ഓഫ് ലോ മെറ്റീരിയൽ ആൻഡ് ലേബർ, അതായത് ചെറിയ ചിലവിന് എന്ത് ചെയ്യും, മെറ്റീരിയൽസിനെയും ലേബറിനെയും നമുക്ക് കിട്ടുകയാണ്. അതായത് മറ്റൊരു കമ്പനിയുടെ ലേബറിനെയും മറ്റൊരു കമ്പനിയുടെ ആ മെറ്റീരിയൽസും നമുക്ക് കിട്ടുകയാണ്. പ്രത്യേകിച്ച് ചിലവ് വല്ലതും ഉണ്ടോ, ഇല്ല, കമ്പനികൾ ജോയിൻ്റ് ആയല്ലോ. അപ്പോൾ ആ കമ്പനിയുടെ ലേബേഴ്സിനെയും ആ കമ്പനിയുടെ മെറ്റീരിയൽസും കൂടെ നമുക്ക് കിട്ടുകയാണ്, നമ്മളത് അവർക്കും കിട്ടുകയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുകയാണ്. അപ്പോൾ ലേബറിന് കിട്ടുന്നതും മെറ്റീരിയൽ കിട്ടുന്നതും കോസ്റ്റ് കുറച്ചാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, ടെക്നിക്കലി ക്വാളിഫൈഡ് വർക്ക് ഫോഴ്സ്, മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസ് എക്സെട്ര, ഇതൊക്കെ നമുക്ക് കിട്ടും. മറ്റൊരു കമ്പനിയുടെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെയും അവിടുത്തെ ഒരു നല്ല ഒരു മാനേജ്മെൻറ്റിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, കിട്ടുകയാണ്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, രണ്ട് കമ്പനികൾ പരസ്പരം ജോയിൻ്റ് ആകുന്നു. അപ്പോൾ എന്ത് ചെയ്യും, പരസ്പരം എന്ത് ചെയ്യും, വർക്ക് ഫോഴ്സും മാനേജ്മെൻറ്റും എല്ലാം പരസ്പരം കൈമാറും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, കുറയും. ഇപ്പോൾ ഇത്രയും നാൾ ഒരു കമ്പനി ഒറ്റയ്ക്ക് വഹിച്ചുകൊണ്ടിരുന്ന കോസ്റ്റ് വേറൊരു കമ്പനി കൂടി ഏറ്റെടുക്കാൻ വരികയാണ്. അപ്പോൾ അവരുടെ കുറേ അസറ്റ് കൂടി നമുക്ക് കിട്ടുകയാണ്, മാനേജ്മെൻ്റ് ആയാലും എംപ്ലോയീസ് ആയാലും ടെക്നിക്സ് ആയാലും അവരുടെ കുറേ അസറ്റ് കൂടി നമുക്ക് കിട്ടുകയാണ്. സോ അവിടെ എന്ത് ചെയ്യും, അപ്പം ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, കുറയും, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും. സോ രണ്ട് പോയിന്റുകൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഇന്നോവേഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. രണ്ട് കമ്പനികൾ പരസ്പരം ജോയിൻ്റ് ആകുമ്പോഴത്തേക്ക് പരസ്പരം എന്ത് ചെയ്യും, ഐഡിയാസും ടെക്നോളജീസും എന്ത് ചെയ്യും, കൈമാറും. അപ്പോൾ എന്ത് ചെയ്യും, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രൊഡക്ഷൻ മേഖലയിൽ നടക്കും. രണ്ട് കമ്പനികളും പരസ്പരം എന്ത് ചെയ്യുന്നു, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയും മാനേജ്മെൻറ്റിനെയും പരസ്പരം കൈമാറുന്നുണ്ട്. സോ എന്ത് ചെയ്യും, അവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. പുതിയ എംപ്ലോയീസിനെയും പുതിയ മെറ്റീരിയൽസിനെയൊക്കെ കുറഞ്ഞ ചിലവിന് കിട്ടുകയാണ്. അപ്പോൾ എത്രത്തോളം ഈ ചിലവ് കുറയ്ക്കുന്നു അത്രത്തോളം നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് പോയിന്റുകൾ. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് പോയിൻ്റാണ് എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് നെയിം. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് നെയിം അവിടെ കിട്ടുകയാണ്. വെൻ ടു ബിസിനസ് എൻ്റർ ഇൻ ടു എ ജോയിൻറ്റ് വെഞ്ചർ, വൺ ഓഫ് ദ പാർട്ടീസ് ബെനിഫിറ്റ്സ് ഫ്രം ദ ഗുഡ് വിൽ ഓഫ് അതേഴ്സ്. ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ എന്ത് ചെയ്യാണ്, ഗുഡ് വിൽ കിട്ടുകയാണ്. അപ്പോൾ ഒരു കമ്പനിക്ക് അധികം സൽപ്പേരൊന്നും ഇല്ലാത്തൊരു ഏരിയ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഇപ്പോൾ എൻ്റെ കമ്പനി വേറൊരു കമ്പനിയും കൂടെ ജോയിൻറ്റ് വെഞ്ചറായി, എൻ്റെ കമ്പനിക്ക് അധികം ഗുഡ് വില്ലൊന്നും എവിടെയില്ല, ചില ഏരിയകളിലൊന്നും ഇല്ല, പക്ഷേ മറ്റേ കമ്പനിയുടെ ഗുഡ് വിൽ കൂടി എനിക്ക് എന്ത് ചെയ്യും, കിട്ടുകയാണ് അല്ലേ. ആ കമ്പനിക്കുള്ള ഒരു ബ്രാൻഡ് നെയിമുണ്ട്, അത് നല്ല ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഒരു ഗുഡ് വിൽ കൂടി എനിക്ക് കിട്ടുകയാണ് അല്ലേ. ഇപ്പോൾ തന്നെ നമ്മൾ കാരണം ഈ വി എന്ന് പറയുന്ന കമ്പനി വോഡാഫോൺ ഐഡിയ കൊണ്ട് ചേരുന്നത്. അപ്പോൾ ഐഡിയ ഒരുപാട് കംപ്ലൈൻറ്റ് ഉള്ളൊരു കമ്പനിയാണ് എന്ന് വിചാരിക്കുക, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഓക്കെ, അങ്ങനെ പറയുന്നത് കൂടെ ഈ ഒരു കമ്പനി കംപ്ലൈൻ്റ് ഉള്ളൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക, ഗുഡ് വിൽ അല്പം കുറവാണ്, പക്ഷേ വോഡാഫോൺ അതിനനുസരിച്ച് ഗുഡ് വിൽ ഉണ്ടെന്നും വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ കമ്പനിയുടെ ഗുഡ് വിൽ കൂടി ആ കമ്പനിക്ക് എന്ത് ചെയ്യാണ്, കിട്ടുകയാണ്, ഒരു നല്ലൊരു ബ്രാൻഡ് നെയിം കിട്ടുകയാണ്. സോ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്പനിയുടെ ഗുഡ് വിൽ മറ്റൊരു കമ്പനിക്ക് ബെനിഫിഷ്യറി ആയിട്ട് മാറാനായിട്ട് പറ്റും. അത് പരസ്പരം, അപ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്യും, ബെനിഫിഷ്യറി ആയിട്ട് പറ്റും. രണ്ട് കമ്പനികൾക്കും ഒരു ബെറ്റർ ബ്രാൻഡ് നെയിം കിട്ടുകയാണ്. ഓക്കെ, എൻ്റെ ഗുഡ് വില് മറ്റേ കമ്പനിക്കും കിട്ടും, ആ കമ്പനിക്ക് ഗുഡ് വിൽ ഉണ്ടെങ്കിൽ അത് എൻ്റെ കമ്പനിക്കും കിട്ടുകയാണ് അല്ലേ. അപ്പോൾ രണ്ട് കമ്പനിക്ക് ഒരു ബെറ്റർ ബ്രാൻഡ് നെയിം കിട്ടുകയാണ്. വെൻ ടു ബിസിനസ് എൻ്റർ ഇൻ ടു ജോയിൻറ്റ് വെഞ്ചേഴ്സ്, രണ്ട് കമ്പനികൾ ചേർന്ന് ജോയിൻറ്റ് വെഞ്ചേഴ്സായി ആകുമ്പോൾ വൺ ഓഫ് ദ പാർട്ടീസ് ബെനിഫിറ്റ്സ് ഫ്രം ദ ഗുഡ് വിൽ ഓഫ് ദ അതേഴ്സ്.
ഒരു കമ്പനിയുടെ ബെനിഫിറ്റ് മറ്റൊരു കമ്പനിയുടെ എന്തായിട്ട് മാറുന്നു, ബെനിഫിറ്റായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് കമ്പനികൾ ഏതെങ്കിലും ഒരു കമ്പനിക്കുള്ള ബെനിഫിറ്റ് മറ്റേ കമ്പനിക്ക് കൂടെ എന്ത് ചെയ്യാണ്, ബെനിഫിറ്റായിട്ട് മാറുകയാണ്. അതാണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് നെയിം, നിലവിലുള്ളതിനേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു ബ്രാൻഡ് നെയിം രണ്ട് കമ്പനികൾക്കും കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു. രണ്ടോ അതിലധികമോ കമ്പനികൾ ഒരേ ഒരു പർപ്പസോട് കൂടി മ്യൂച്വൽ ബെനിഫിറ്റ്സിൽ പരസ്പരം ജോയിൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. മാരുതി സുസുക്കി, വി ഒക്കെ ഇതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇൻക്രീസ് റിസോഴ്സ് ആൻഡ് കപ്പാസിറ്റി, രണ്ട് കമ്പനികളുടെയും കപ്പാസിറ്റിയും റിസോഴ്സും വർദ്ധിക്കുന്നു, പരസ്പരം കൈമാറുകയാണല്ലോ. ദെൻ ആക്സസ് ടു ന്യൂ മെറ്റീരിയൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, പുതിയ മാർക്കറ്റുകളും പുതിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളും രണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ രണ്ട് കമ്പനികൾക്കും ലഭിക്കുന്നു. അതുപോലെ തന്നെ ഇന്നോവേഷൻ, അല്ലേ, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യം പുതിയ ഐഡിയാസും അതുപോലെ തന്നെ ടെക്നോളജീസും പരസ്പരം കൈമാറുന്നതുകൊണ്ട് തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സും പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നതിന് കാരണമാകുന്നു. ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നു, ഉൽപ്പാദന ചെലവ് കുറയാനായിട്ട് സഹായിക്കുന്നു. കാര്യം ഒരാൾ കൂടെ വരികയാണ് റിസ്ക് ഒക്കെ ഏറ്റെടുക്കാൻ വേണ്ടി, അതുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നു. ദെൻ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡിന്, രണ്ടുപേരുടെയും ഗുഡ് വിൽ പരസ്പരം കൈമാറുന്നതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പുതിയ ഒരു ബ്രാൻഡ് നെയിം, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ് നെയിം രണ്ട് കമ്പനികൾക്കും കിട്ടുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചോദിക്കണം. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. മറ്റൊന്നും പറയാനില്ല. എല്ലാവരും വീട്ടിൽ ഇരുന്ന് പഠിക്കുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്.